വലതുപക്ഷവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയും വെച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി എന്താണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പതിറ്റാണ്ടുകളായി ഇടതുപക്ഷവും വലതുപക്ഷവും കേരളം ഭരിച്ചു മുടിച്ച് കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ട് നയിച്ചതിന്റെ ഓരോ ഉദാഹരണങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട് ജനമധ്യത്തിൽ പൊതുവേദിയിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും വികസന അജണ്ടയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്ക് ലക്ഷ്യത്തിലെത്തണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി മുഴുവൻ സഹപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാവണം, സഹായം ഉണ്ടാവണം, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഏവരും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഒപ്പമുണ്ടാവണം, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം, വിജയം നേടണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. അത് തന്നെയായിരിക്കണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തൃശ്ശൂരിൽ നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സാധിക്കട്ടെ. അതിന്റെ സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ ഓഫീസ് അതിനുതകുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിശ്ചയിച്ച രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഔസേപ്പച്ച സാർ. ഇവിടെ സദസ്സിലും അവിടെ ഇരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർ, സത്യം പറഞ്ഞാൽ BJP വന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. അതെനിക്ക് ആദ്യം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത്. മറ്റേത് എങ്ങനെയാന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ മടിയും പിന്നെ സ്ഥാനാർത്ഥിയുടെ പണിയാണ് ഇതൊക്കെ തീർക്കേണ്ടത്. ഇത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ സഹോദരന്മാരും സഹോദരിമാരും എന്നോട് വന്ന് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അത് അവർ തീരുമാനിക്കട്ടെ. നേതൃത്വം തീരുമാനിച്ചാൽ തീർച്ചയായും തൃശ്ശൂർക്ക് തന്നെ വരുള്ളൂ, വേറെ എവിടെയും ഞാൻ പോവില്ല. കാരണം അപ്പൊ എന്നെ കുറെ പേര് കളിയാക്കി, തൃശ്ശൂര് 2 പ്രാവശ്യം തോറ്റിട്ടും മതിയായില്ലേ. ഞാൻ പറഞ്ഞു, തൃശ്ശൂരുകാരെ എനിക്കറിയാം, ആരൊക്കെയാണ് എന്നെ തോൽപ്പിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ഇവരൊന്നും ആ കൂട്ടത്തിലില്ല. പിന്നെ ചതിക്കുന്ന ഒരു സ്വഭാവം BJPക്കില്ല. അതാണ് എന്റെ ധൈര്യം. അതുകൊണ്ട് എന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട് തൃശ്ശൂര്. ഞാൻ പൊതുവെ ഈ പറഞ്ഞ മാതിരിയാണ്, ഞാൻ എല്ലാവരോടും നല്ല അടുപ്പാണ്. എനിക്കതിൽ പ്രത്യേകിച്ച് പാർട്ടിയില്ല, ജാതി മതം അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി തൃശ്ശൂർ ജില്ലയിലെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ഇപ്പോഴും അത് അതേമാതിരി തന്നെ കിടക്കുന്നുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. അതേമാതിരി തന്നെ നമ്മൾ നടന്ന വഴികള്, ഇപ്പൊ വടക്കുന്നാഥൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയാ തൃശ്ശൂരിന്റെ ഒരു ഐശ്വര്യം. അതിന്റെ ചുറ്റുള്ള കടകളുടെ പെയിന്റ് പോലും ഇവിടെ മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്ന UDFന്റെ ആയാലും LDFന്റെ ആയാലും നേതാക്കന്മാർ ഇവിടെ എന്താ ചെയ്തത്? വികസനം എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിലില്ല. എന്റെ പിതാവ് പണ്ട് പുഴയ്ക്കല് എയർപോർട്ട് കൊണ്ടുവരാൻ നോക്കിയതാണ്, കൊച്ചി എയർപോർട്ട്. അച്ഛന്റെ മനസ്സിൽ എപ്പോഴും തൃശ്ശൂരായിരുന്നു. അത് തകർത്തതാരാ? എതിർകക്ഷികൾ തന്നെയാണ്. കാരണം അവർക്ക് MLA ആവുക, പിന്നെ മരണത്തിന് പോവുക, കല്യാണത്തിന് പോവുക, 20 തീർന്നു. അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. പറ്റുമെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ ദൈവമേ എനിക്ക് തോന്നരുതേ എന്ന് പറഞ്ഞ് എണീക്കുന്ന കൃഷികളുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളെ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു ആഗ്രഹിക്കുന്ന ആള് ജയിച്ചു വരരുതെന്ന് അവർ തീരുമാനിച്ചു. ഭാഗ്യത്തിന് സുരേഷ് ഗോപിയെ പോലെ നല്ലൊരു, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ കാണാറുണ്ട്. എനിക്കറിയുന്ന സുരേഷ് ഗോപി അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ഞാനൊക്കെ ജനിച്ചു വീണത് രാഷ്ട്രീയത്തിലായതുകൊണ്ട് അത്യാവശ്യം കള്ളത്തരൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആയി തോന്നിയിട്ട് പറയും, അപ്പൊ തോന്നി അപ്പൊ പറയും. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പറ്റില്ല. അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയാലും ഇപ്പൊ കോർപ്പറേഷൻ ആദ്യം LDF, ഇപ്പൊ കോൺഗ്രസ്, അവർക്ക് അതൊന്നും സഹിക്കില്ല ഇവിടെ ഡെവലപ്മെന്റ് വരുന്നു. അങ്ങനെ ഇവിടെ ഡെവലപ്മെന്റ് വരണമെങ്കിൽ നമുക്കൊരു BJP MLA വരണം.
അതും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യവും മിടുക്കുള്ള ആളെന്നെ വരണം. എനിക്കൊരു സീറ്റ് കിട്ടിയ ഞാൻ ഒട്ടും പേടിയില്ലാത്തതാ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. അതിനൊന്നും എനിക്ക് ആരും പേടിയില്ല. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൽ കള്ളത്തരം ഇല്ലെങ്കിൽ ആരെയും പേടിക്കണ്ട. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ ആരെയും പേടിക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ, ആരെ കാൻഡിഡേറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പോകുന്ന രീതിയിൽ, കാരണം നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു കുറവില്ല. അത് പറയാൻ എനിക്ക് തപ്പി നോക്കിയിട്ടൊന്നും കാണാനുമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിയും. അതുകൊണ്ട് അതിന് നിങ്ങൾ പറയണ്ട, ഞാനൊരു എന്താ പറയാ, ഒരു മൂത്ത സഹോദരി പറയണോ എന്ന് വിചാരിച്ചാൽ മതി. അത് നിർബന്ധമായിട്ട് ചെയ്യുക. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇതേമാതിരി മുന്നോട്ട് പോട്ടെ. ഇപ്രാവശ്യം തൃശ്ശൂരിൽ നമ്മൾ പിടിക്കണം. കാരണം എന്റെ വാക്കുകൾ എന്നും നന്നായിട്ട് വരാതെ ഇത്തിരി വർത്തത്തിൽ കൂടുതൽ തോന്നുന്നു. കാരണം ഞാനാണ് ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമര വിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതേമാതിരി പറയണം, നമ്മൾ തൃശ്ശൂർ പിടിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വരുന്ന സ്ഥാനാർത്ഥി അതാരായിക്കോട്ടെ അവർക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എന്റെ കുറച്ച് വർത്തമാനം കേൾക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നു, അതൊക്കെ പറയാം. ആദ്യമായിട്ട് പലരുടെയും മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാം, ഞാൻ എങ്ങനെ ഇവിടെ വന്നു, എന്തിനു വന്നു എന്നുള്ളത് എനിക്ക് ഒരു ചെറിയൊരു ആശങ്ക ചിലർക്ക് ഉണ്ടാക്കാം. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാനിന്നിവിടെ വന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായിരുന്ന ഒരു, നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ഒരു കാലത്ത് കുടികൊണ്ടിരുന്ന ഒരു വലിയ വിശിഷ്ട വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കേരള ജനത വിളിച്ചിരുന്നത് ലീഡർ കരുണാകരൻ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മകളായ ശ്രീ പത്മജയുടെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് അതുകൊണ്ടല്ല ഞാൻ വന്നത്. അത് ശ്രീ പത്മജിയോടുള്ള എന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. കാരണം ഒരുപാട് അവകാശങ്ങൾ ജീവിതത്തിൽ ഉന്നയിക്കാതെ, ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാതെ കിട്ടുന്ന അവസരം, ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഒരുപാട് അവസരങ്ങൾ അവർ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊരു നിഴലിൽ ജീവിച്ചിരുന്നതാണ്, അച്ഛന്റെ നിഴൽ. ഇപ്പോ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി നമ്മുടെ KTDC തുടങ്ങിയ എത്രയോ മനോഹരങ്ങളായിട്ടുള്ള പദ്ധതികളാണ് അവര് ഇവിടെ നമുക്ക് വേണ്ടി ഭാവം ചെയ്ത് ഉണ്ടായിരുന്നത്. ഇനിയും അതേപോലെ, അത് മാത്രമല്ല, ഞാനൊരു ഉദാഹരണത്തിനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ്. അപ്പൊ അവർക്ക് മനസ്സുണ്ടായാൽ പോരല്ലോ, അതിനുള്ള അവസരം കിട്ടണ്ടേ. ആ അവസരം ഇപ്രാവശ്യം ആരാണ് കൊടുത്തത്? BJP കൊടുത്തത്. ഇനി വ്യക്തിപരമായിട്ട് നമ്മൾ പറയാം, ഒരു വ്യക്തിയെ കുറിച്ചിട്ട് എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുഖം കണ്ടാലറിയാം മനസ്സിലെ നന്മ. ഇവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് വേറെ എന്താണ് തോന്നുക? ഈ മനസ്സ് നമുക്ക് വായിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ മതി, അത് മനസ്സിലുണ്ടാവുള്ളൂ. പിന്നെ മറ്റു പ്രേരണകൾക്ക് വഴങ്ങി, നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാം. പക്ഷെ സാധാരണ അവരുടെ വ്യക്തിത്വത്തിൽ അതിരിക്കുക നല്ല വളരെ ശ്രേഷ്ഠമായ ഒരു സ്ത്രീ ജനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ എന്റെ കുടുംബത്തില് കല്യാണങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അത് വേറെ, അത് പ്രൈവറ്റ്, അതിവിടെ പറയേണ്ട കാര്യം. ഇതൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ ഇനി മറ്റൊരു കാര്യം പറയാം. BJP എന്താണത്? BJP ഒരു രാഷ്ട്രീയ പാർട്ടി. എന്ത് പാർട്ടി? ഭാരതീയ ജനതയുടെ പാർട്ടിയാണ്, അല്ലെ? ആരാണ് ഭാരതീയ ജനത? നമ്മളെല്ലാവരും, ഭാരതത്തിൽ വസിക്കുന്ന 150 കോടി ജനങ്ങളും ഭാരതീയ ജനതയാണ്. അവരുടെ ഒരു പാർട്ടിയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് ഉണ്ടാക്കാൻ സാധിച്ചു, വളരെ വിജയകരമായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു.
അത് തെറ്റ്, അത് വളരെ നല്ലൊരു കാര്യം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഭാരതീയ ജനത എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി, അതിങ്ങനെയായിരിക്കണം, ജാതി മത ഭേദമന്യേ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ സ്ലോഗൻ, അല്ലേ? ഈ ജാതി എന്നൊക്കെ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. എന്റെ അഭിപ്രായത്തില് അതൊരു ഫാഷൻ പോലെ ഓരോ നമ്മളുടെ കുപ്പായങ്ങൾ, ഞാൻ എനിക്കിഷ്ടം ജുബയാണ്, ഞാൻ ജുബ ഇട്ടു, എന്റെ ഫാദർ ജുബയാണ് ഇടുന്നത്, അത് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഞാൻ ജുബ ഇട്ടു. അല്ലാണ്ട് നമ്മളാരും ദൈവം മുകളിൽ നിന്ന് സൃഷ്ടിച്ച് നീ ഹിന്ദു ആയിരിക്കും, നീ മുസ്ലിം ആയിരിക്കും, നീ ക്രിസ്ത്യാനി ആയിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ജനിച്ചതല്ല. ഇതൊക്കെ ഓരോരോ അവസരങ്ങളിൽ നമ്മുടെ പൂർവികരായിട്ട് പലതും അവരവരായിട്ട് അവരവരുടെ ഇഷ്ടത്തിന് നമ്മൾ എടുത്തതാണ്. പക്ഷെ നമ്മൾ എടുക്കാതെ മുകളിൽ നിന്ന് ഒരാൾ നമ്മളെ സൃഷ്ടിച്ച ആള് നമ്മൾ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാവരും മനുഷ്യരാണ്, ഒരേ രക്തവും മാംസവും കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരസ്പരം, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ടെലിസ്കോപ്പിക്കായി നോക്കിക്കഴിഞ്ഞാൽ ബന്ധുക്കളാണ്, നമ്മൾ ഒരേ രക്തമാണ്. ആ ഒരേ രക്തത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ പലരുടെ ഇഷ്ടം. ഇപ്പൊ എന്റെ അനിയൻ ഇടുന്ന ഡ്രസ്സല്ല ഞാൻ ഇടുന്നത്, എന്റെ അനിയൻ ഉപയോഗിക്കുന്ന കാറായിരിക്കില്ല ഞാൻ ഉപയോഗിക്കുന്നത്. അവരവരുടെ ഇഷ്ടം, അവരവരുടെ വിശ്വാസം, ഇത് ഇൻഡിവിജ്വൽ. പക്ഷെ നമ്മൾ ഭാരതീയ ജനത എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇത് ഒരിക്കലും BJP അത് കാണുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറയുന്നത് പൊതുജനങ്ങളോടാണ്. യു ഷുഡ് ടേക്ക് ഇറ്റ് ദാറ്റ് വേ. BJP പ്രവർത്തകരോടോ BJPയിൽ നിൽക്കുന്നവർക്ക് ഇതറിയാം BJP എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പക്ഷെ മറ്റുള്ളവരെ തെറ്റിദ്ധാരണകളുണ്ട്. അത് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കണം. നമുക്കിവിടെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ട്. എല്ലാവരും ചേർന്നാണ് ഭാരതീയ ജനത. 1000 പേരുണ്ട്, അവർക്കൊരു പവറുണ്ട്. 100 പേരുള്ളൂ, അവർക്കും പവറുണ്ട്. ഇതെല്ലാം ഈക്വലി പ്രിയം, ഈക്വലായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഞാൻ പറയുന്നത് വരെ തെറ്റുണ്ടോ? സത്യമായി ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഞാനൊരു ഭാരതീയനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെന്ത് തോന്നും? അവന്റെ പാർട്ടി ഏതാണെന്ന് അവന് തോന്നിക്കുക. പക്ഷെ അവന് തോന്നിക്കുന്ന വിധത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം എല്ലാം. അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. പ്രവർത്തനങ്ങളിൽ പോരാ, നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമാ ഫീൽഡിലാണ്. ഞങ്ങളുടെ സിനിമയിൽ ജാതി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഞങ്ങൾക്ക് എല്ലാവരും സഹോദരന്മാരെ പോലെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഏറ്റവും കുറവ് വർക്ക് ചെയ്തത് ക്രിസ്ത്യാനികളിലാണ്. അവരാണ് എന്നെ ഒട്ടും സപ്പോർട്ട് ചെയ്യാറ്. ഞാൻ സിനിമാ ഫീൽഡിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. ക്രിസ്ത്യാനിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാറില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും മറ്റേ പക്ഷെ അതുപോലും പറയാൻ പാടില്ല. അവർ മനുഷ്യരാണ്. അവരെന്റെ കലയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു അജണ്ടയാണ് നമ്മൾ നടത്തേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ എല്ലാവരും ഉണ്ട്. ഇന്നിപ്പോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എവിടെയാണ്? ആന്റണി ഇതായിരിക്കുന്നു. ആന്റണി ആരാ? ആന്റണി BJPയുടെ ഒരു വക്താവാണ്. കഴിഞ്ഞ പ്രാവശ്യം എവിടെയൊക്കെ നിന്നു, കൗൺസിലറായിട്ട് എന്തൊക്കെ നിന്നുള്ള മിഷൻ ക്വാർട്ടേഴ്സിൽ കൗൺസിലറായിട്ട് നിന്ന കക്ഷിയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പുലി, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലാട്ട പുലി വന്നത്. എന്റെ കലാപരമായിട്ടുള്ള വാസനകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ ആന്റണിയുടെ കൂടെ സസന്തോഷത്തോടെ വന്നു. അപ്പൊ ആന്റണിയും വളരെ നല്ല വ്യക്തിപരമായിട്ട് എനിക്കറിയാം, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കക്ഷിയാണ്. അവസരങ്ങൾ വന്നാൽ അദ്ദേഹം ഇനിയും നന്നായി വർക്ക് ചെയ്യും. ഇത് അദ്ദേഹം പറയും കേട്ടോ. കാറിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ എന്നെ കുറിച്ച് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും അറിയില്ല ഞാൻ പറയുന്നത്. ഞാനത് പറഞ്ഞതിന് ഉദ്ദേശമുണ്ട് എനിക്ക്. ഇതല്ല, ആന്റണി ന്യൂനപക്ഷത്തിന്റെ വക്താവാണ് അല്ലെ? ന്യൂനപക്ഷമൊക്കെ അതൊക്കെ വേറും തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവരൊരു കുപ്പായൊന്നല്ലേ ഉള്ളൂ. ന്യൂനപക്ഷവും വലിയ പക്ഷവും എല്ലാത്തിന്റെ ഉള്ളിൽ ഓടുന്ന ഈ ബ്ലഡ് നമ്മളുടെ ഇന്ത്യൻ ജനതയുടെ ബ്ലഡ് അതുകൊണ്ടാണ്. ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന് മുമ്പിൽ നമ്മൾ ഭാരതീയനായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിമായിട്ടോ ഹിന്ദുവായിട്ടല്ല, ഭാരതീയൻ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് നമ്മൾ പുറത്ത് കാണിക്കേണ്ടത്. അത് ഞാനത് വളരെയധികം വിശ്വസിക്കുന്നത്. അത് കലാകാരന്മാർ കുറച്ച് ഇത്തരം കാര്യത്തിൽ നമ്മളോട് പലർക്കും
അഭിപ്രായ വ്യത്യാസം വരും. ഞങ്ങളുടെ ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കും, എന്റെ ചിന്താഗതി എങ്ങനെയായിപ്പോയി, ഞാൻ അങ്ങനെയാണ് സ്വയം. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തില് ഞാനൊക്കെ പറഞ്ഞത് നമ്മുടെ ഫർദർ നീക്കങ്ങൾക്ക് ഉപകരിക്കുന്ന കുറച്ച് സൂത്രങ്ങളല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളാണ്, വഴികളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ആ നിലയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ എവരിബഡി. പിന്നെ ഇന്നത്തെ ഈ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇവിടെ ഇന്ന് നമ്മുടെ ശ്രീ പത്മജയുടെ ഈ ഓഫീസ് ഉദ്ഘാടനം ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ ആരംഭിച്ചു. അതിനി മുന്നോട്ട് പോകട്ടെ. എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. നന്ദി. നമ്മളോട് ആശംസകൾ അർപ്പിച്ചു.